ജ്യോതിഷവിദ്യയിലെ രണ്ടാം ഘട്ടമായ ആയുരാരോഗ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ആരോഗ്യത്തിൻ്റെ 4 തൂണുകളാണ് ആഹാരം, ഉറക്കം, ബ്രഹ്മചര്യം, വ്യായാമം എന്ന് പറഞ്ഞുവല്ലോ. ഇതിൽ ആഹാരത്തെയും ഉറക്കത്തെയും കുറിച്ച് കഴിഞ്ഞ വാരം പ്രതിപാദിച്ചിരുന്നു. ഇനി ബ്രഹ്മചര്യത്തെയും വ്യായാമത്തെയും കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ബ്രഹ്മചര്യം എന്നതിന് യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത്. ജീവിതത്തിൽ ഒരു വ്യക്തി ചതുർത്ഥാശ്രമത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് ബ്രഹ്മചര്യം. പിന്നെ ക്രമമായി ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെയാണ് പുരാതന ഋഷിമാർ കൽപ്പിച്ചിരിക്കുന്നത്. വിജ്ഞാന സമ്പാദനത്തിനായാണ് ബ്രഹ്മചര്യാശ്രമം എന്ന കാലഘട്ടം വിനിയോഗിച്ചിരിക്കുന്നത്. ബ്രഹ്മം എന്നാൽ ജ്ഞാനം, അറിവ് എന്നെല്ലാമാണ് അർത്ഥം. അതായത് അറിവ് നേടി തൊഴിൽ നേടുവാനുള്ള യോഗ്യത സമ്പാദിക്കാനുള്ള പരിശീലന കാലഘട്ടം. ഇങ്ങനെ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നതായ വ്യക്തിയെ ബ്രഹ്മചാരി എന്നാണ് വിശേഷിപ്പിക്കുക. അതിനുശേഷം വിവാഹം ചെയ്ത് കുടുംബജീവിതത്തിൽ പ്രവേശിച്ച് കുടുംബത്തിൻ്റെ ചുമതല വഹിക്കുമ്പോൾ അദ്ദേഹം ഗൃഹസ്ഥനാകുന്നു. ഇതാണ് ഗൃഹസ്ഥാശ്രമം. കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റിയതിനു ശേഷം അനന്തരാവകാശിയായ പുത്രനെ ചുമതലകൾ ഏൽപ്പിച്ച് ലൗകികമായ ജീവിതം ഉപേക്ഷിച്ച് പ്രത്യേകിച്ച് ഒരു കർത്തവ്യവുമില്ലാതെ എന്നാൽ ജീവിതത്തിൽ അന്നുവരെ നേടിയ അറിവുകളെയും ലോകപരിചയത്തെയും വരും തലമുറകൾക്കും ലോകത്തിനും പ്രയോജനകരമായി ഉപയോഗപ്പെടുത്തിയുള്ള ജീവിതമാണ് വാനപ്രസ്ഥം. വാനപ്രസ്ഥൻ എന്നതിൻ്റെ വാക്യാർത്ഥം കാട്ടിലേക്ക് പുറപ്പെട്ടവൻ എന്നാണ്. ഇന്നത്തെ കാലത്തെ ലോകോപകാരത്തിനായുള്ള കാര്യങ്ങൾ പ്രാവർത്തികമാക്കാനുള്ളൊരു സമയമെന്ന് കരുതിയാൽ മതി. ഇതിൽ നിന്നും കുറച്ചുകൂടി വ്യത്യാസമുള്ളതാണ് സന്യാസം. എല്ലാ തരത്തിലുമുള്ള വിരക്തി, അതായത് നമുക്ക് ഒരു ചുമതലകളും ഇല്ലാതെ എന്ന് വെച്ചാൽ എല്ലാം ചെയ്തു തീർത്തതിന് ശേഷം യാതൊരു തരത്തിലുമുള്ള കർത്തവ്യവും അവശേഷിക്കുന്നില്ല എന്ന് വരുമ്പോൾ, അതായത് തന്നെ കൊണ്ട് ലോകത്തിനും ലോകത്തിനെ കൊണ്ട് തനിക്കും ഒരാവശ്യവുമില്ല എന്ന ബോധം വരുമ്പോൾ സ്വാഭാവികമായി സ്വീകരിക്കപ്പെടുന്ന ഒരു ജീവിതമാണ് സന്യാസം. ലോകത്തിൽ പ്രത്യേകിച്ച് ഒരു താല്പര്യവും ഇല്ല എന്ന തരത്തിലുള്ള വൈരാഗ്യമാണ് സന്യാസത്തിൻ്റെ അടിസ്ഥാനം. ഈ അവസ്ഥ വരുന്നതിന് മുമ്പ് എന്നാൽ നിസ്വാർത്ഥമായ കർത്തവ്യത്തിൻ്റെ അനുഷ്ഠാനം കൊണ്ട് വൈരാഗ്യത്തിനുള്ള സാധനയായും സന്യാസത്തെ സ്വീകരിക്കുന്ന പതിവുണ്ട്. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന അനേകം ആശ്രമങ്ങളിലുള്ള സന്യാസികൾ പൊതുവെ അക്കൂട്ടത്തിൽപ്പെട്ടവരാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിൽ കൂടി ഇവിടെ നമ്മൾ ബ്രഹ്മചര്യം എന്ന പദം കൊണ്ട് അർത്ഥമാക്കിയത് പൊതുവെ ലൈംഗിക ജീവിതത്തിലുള്ള നിയന്ത്രണമാണ്. പൊതുവെ നമ്മുടെ നാട്ടിൽ വിവാഹം കൊണ്ടാണ് ലൈംഗിക ജീവിതത്തിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുന്നത്. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം കുടുംബം പുലർത്താനുള്ള സാമർഥ്യം ലഭിക്കാനായി എന്തെങ്കിലും ജോലിയിൽ പ്രവേശിക്കാവുന്ന സമയം ആകുമ്പോഴേക്കും യൗവനം പൂർത്തിയായിട്ടുണ്ടാകും. ലൈംഗിക ജീവിതത്തിന് ശരീരത്തിന് കഴിവും ഉണ്ടായിരിക്കും. യൗവനം തികയുന്നതിന് മുമ്പ് ലൈംഗികമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആരോഗ്യത്തിന് ദോഷം ചെയ്യും. ഇത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ബുദ്ധിക്കും കൂടി ക്ഷീണം ബാധിപ്പിക്കും. യൗവനം കഴിഞ്ഞ് വാർദ്ധക്യം ആരംഭിക്കുന്നതോടുകൂടി ലൈംഗികമായ പ്രവർത്തനങ്ങളിലുള്ള കഴിവ് കുറയുന്നു. യൗവനത്തിന് മുൻപും പിൻപും ലൈംഗിക നിയന്ത്രണ രൂപമായ ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്നത് നല്ലതാണ്. ഇത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ആരോഗ്യത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. യൗവനത്തിലാകട്ടെ വിവാഹത്തോടുകൂടി ബ്രഹ്മചര്യം നിർബന്ധമല്ലാതായിരിക്കുന്നു. എന്നിരുന്നാൽ കൂടി അനിയന്ത്രിതമായ അബ്രഹ്മചര്യം ആർക്കും തന്നെ അനുവദിക്കപ്പെട്ടിട്ടില്ല. ലൈംഗികമായ ആസക്തി സ്വാഭാവികമാണെങ്കിൽ അത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ഗുണം ചെയ്യുമെന്ന് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. സ്ത്രീ പതിവ്രതയായിരിക്കുന്നത് പോലെ തന്നെ പുരുഷൻ പത്നീവ്രതനും ആയിരിക്കണം. ഇല്ല എങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാകാൻ ഇടയുണ്ട്. ലൈംഗികമായ സദാചാരത്തിൻ്റെ ലംഘനം കൊണ്ടാണ് എയ്ഡ്സ് രോഗത്തിന് കാരണമായ വൈറസ് പ്രധാനമായും സംക്രമിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ബ്രഹ്മചര്യമെന്നും അബ്രഹ്മചര്യമെന്നും പറയപ്പെടുന്നത് ലൈംഗികമായ സദാചാരമാണ്. അത് വിവേകത്തോടുകൂടി മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുക വഴി നമുക്ക് സാധ്യമാക്കുവാൻ കഴിയും.
ഇനി വ്യായാമത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ കാലഘട്ടത്തിലെ ജീവിതത്തിൽ ശാരീരികമായ ആയാസം അധികമൊന്നും നമുക്ക് വേണ്ടി വരുന്നില്ല. അതിനാൽ തന്നെ വ്യായാമം ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇരുന്ന് ജോലി ചെയ്യുന്നവരും മറ്റും കൂടുതൽ ശ്രദ്ധ വ്യായാമത്തിന് നൽകണം. കുട്ടികളെ സംബന്ധിച്ച് പലതരത്തിലുള്ള കളികൾ കൊണ്ട് വ്യായാമത്തിന് തുല്യമായ പ്രയോജനങ്ങൾ ലഭിക്കുന്നു. കടകളിലേക്കും സ്കൂളിലേക്കുമായുള്ള നടത്തങ്ങളിൽ കൂടിയും വ്യായാമത്തിൻ്റെ പ്രയോജനം അവർക്ക് ലഭിക്കുന്നുണ്ട്. സൗകര്യമനുസരിച്ചും നമ്മുടെ സാഹചര്യമനുസരിച്ചും ശരീരത്തിന് ആയാസമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടണം എന്ന് കരുതി അമിതമായ വ്യായാമവും ചെയ്യുവാൻ പാടില്ല. അധിക വ്യായാമം ശരീരത്തിൻ്റെയും ബുദ്ധിയുടെയും ക്ഷീണത്തിന് കാരണമാകും. വ്യായാമം കൊണ്ട് നമുക്ക് മുഖ്യമായി 3 പ്രയോജനങ്ങൾ ലഭിക്കുന്നുണ്ട്. 1. ദഹനശക്തി വർദ്ധിപ്പിക്കുന്നു. നല്ല ദഹനശക്തിയുള്ള വ്യക്തികൾക്ക് കഴിക്കുന്ന ഭക്ഷണം വേണ്ട വിധം ദഹിച്ച് ശരീരത്തിൻ്റെ പുഷ്ടിക്കും ആരോഗ്യത്തിനും പ്രയോജനപ്പെടുകയുള്ളൂ. 2. ശ്വാസകോശം, ഹൃദയം തുടങ്ങിയവ നല്ല പോലെ പ്രവർത്തിക്കുന്നു. അതിനാൽ നമുക്ക് വേണ്ടത്ര പ്രാണവായുവിനെ ഉൾക്കൊള്ളാനും മലിനവായു ബഹിർഗമിക്കാനും വേണ്ട സൗകര്യങ്ങൾ ലഭിക്കുന്നു. 3. രക്തത്തിൻ്റെ സഞ്ചാരം ത്വരിതമാകുന്നതിനാൽ പ്രാണവായുവും പോഷണവും ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലേക്കും എല്ലാ ധാതുക്കളിലേക്കും എപ്പോഴും എത്തിക്കൊണ്ടിരിക്കും. അതുനിമിത്തം ധാതുക്കളിൽ ധാതുപരിണാമം കൊണ്ട് അവശേഷിക്കുന്നതായ അഴുക്കുകൾ വിസർജനത്തിന് തക്കവണ്ണം അതാത് അവയവങ്ങളിലേക്ക് എത്തിക്കപ്പെടുകയും ചെയ്യുന്നു. അതുനിമിത്തം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ആരോഗ്യവും സ്വസ്ഥതയും വർദ്ധിക്കുന്നു. വ്യായാമത്താൽ ശരീരത്തിന് അഴകും ഭംഗിയും വടിവും കൈവരുന്നു. ആരോഗ്യത്തെ നിലനിർത്തുന്നതിനെ സംബന്ധിച്ച് അനുബന്ധമായി ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു സംഗതി കൂടിയുണ്ട്. അതിന് ആയുർവേദം വേഗരോധം എന്നാണ് പറയുക. വിസർജ്യങ്ങൾ സ്വാഭാവികമായി ബഹിർഗമിക്കണമെന്ന് തോന്നുന്നതിനെയാണ് വേഗം എന്ന് പറയുന്നത്. അതിനെ തടഞ്ഞു നിർത്തുന്നതിനെ വേഗരോധം എന്ന് പറയുന്നു. വിസർജ്യങ്ങൾ മാത്രമല്ല, തുമ്മൽ, ചുമ, കിതപ്പ്, ദാഹം, വിശപ്പ്, ഛർദി, കരച്ചിൽ മുതലായവയെല്ലാം തന്നെ വേണമെന്ന് തോന്നുമ്പോൾ തന്നെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കാതെ സൗകര്യപ്പെടുത്തി ബഹിർഗമിക്കുവാൻ അനുവദിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം പലതരത്തിലുള്ള രോഗങ്ങൾ വരാൻ ഇടയുണ്ട്. അസൗകര്യം കൊണ്ട് അവയെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നവർക്ക് എന്തെങ്കിലും രോഗങ്ങൾ സാധാരണയായി വന്നു ചേരുന്നതാണ്. ഇങ്ങനെയുള്ള വ്യക്തികളെ സദാതുരന്മാർ എന്നാണ് പറയുന്നത്. സതതം എന്നാൽ എപ്പോഴും, ആതുരന്മാർ എന്നാൽ രോഗികൾ എന്നാണ് അർത്ഥം. അപ്പോൾ സദാതുരന്മാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആതുരൻ, രോഗമുള്ളവർ എന്ന് അർത്ഥം. രാഗം, ദ്വേഷം, കാമം, ക്രോധം തുടങ്ങിയവയെയും വേഗങ്ങൾ എന്നാണ് പറയുക. ഇവയെ വിവേകത്താൽ അടക്കി നിർത്തുവാൻ ശ്രമിക്കണം. ഇതും ആരോഗ്യത്തിന് വളരെയധികം ആവശ്യമാണ്. ഇതുവരെ ആരോഗ്യ പരിപാലനത്തെയാണ് പറഞ്ഞത്. ഇനി അടുത്ത വാരം മുതൽ രോഗത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കാം.